ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഒരു കുറ്റവാളിയാകണമെങ്കിൽ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് കോടതിയിൽ തെളിയിക്കപ്പെടണം. അല്ലാത്ത പക്ഷം കുറ്റവാളിയല്ല, കുറ്റാരോപിതൻ മാത്രമാണ് ആ വ്യക്തി. ഒരു മന്ത്രി 30 ദിവസം ജയിലിൽ കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 30ാമത്തെ ദിവസം ഓട്ടോമാറ്റിക്കലി മന്ത്രി പദവി നഷ്ടപ്പെടും എന്നുള്ള ഒരു പുതിയ നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. രണ്ട് തരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ്. ആദ്യത്തെ വ്യാഖ്യാനം 30 ദിവസം ജയിലിൽ കിടക്കുന്നു, ഓട്ടോമാറ്റിക്കലി മന്ത്രിപദവി നഷ്ടപ്പെടുന്നു. ഒരു 45ാമത്തെ ദിവസം ജയിലിൽ നിന്ന് ഇറങ്ങുന്നു. അതിനുശേഷം മന്ത്രിക്ക് വീണ്ടും മന്ത്രിപദവിയിലേക്ക് തിരിച്ചു കയറാൻ സാധിക്കുന്നില്ല. കാരണം ഭരണഘടന പ്രകാരം കുറ്റവാളിയല്ല, കുറ്റാരോപിതനാണ്. കുറ്റവാളിയാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. കുറ്റവാളിയാണ് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിലവിലായാലും മന്ത്രിയുടെ മന്ത്രിപദവി ഓട്ടോമാറ്റിക്കലി നഷ്ടപ്പെടും. പക്ഷെ കുറ്റവാളിയാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. രണ്ടാമത്തെ വ്യാഖ്യാനം എന്താ വെച്ചാൽ 30 ദിവസം ജയിലിൽ കിടക്കുന്നു, 40ാമത്തെ ദിവസം ജാമ്യം കിട്ടി പുറത്തേക്ക് ഇറങ്ങുന്നു, വീണ്ടും മന്ത്രിപദവിയിലേക്ക് ഈ കുറ്റം തെളിയിക്കപ്പെടുന്നത് വരെ മന്ത്രിയായിട്ട് തുടരാൻ പറ്റുന്നു. അങ്ങനെയുള്ളൊരു തരത്തിലുള്ള നിയമമാണെങ്കിൽ മികച്ചൊരു നീക്കമാണ്. കാരണം ജനങ്ങൾക്ക് ഭരിക്കുവാനുള്ള അവകാശമുണ്ട്, ഭരിക്കപ്പെടുവാനുള്ള അവകാശമുണ്ട്. ഭരിക്കാനുള്ള അവകാശം മാത്രമല്ല, ജനങ്ങൾക്ക് ഭരിക്കപ്പെടുവാനുള്ള അവകാശമുണ്ട്. രണ്ടും പൊളിറ്റിക്കൽ റൈറ്റാണ്. അപ്പോൾ ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കപ്പെട്ടു, മന്ത്രിയുടെ അവകാശം സംരക്ഷിക്കപ്പെട്ടു. മറ്റുള്ള ആദ്യത്തെ വ്യാഖ്യാനത്തിലുള്ള പോലെയാണെന്ന് വെച്ചാൽ ഇതൊരു ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. കേന്ദ്ര സർക്കാർ കൂടുതൽ വ്യക്തമാക്കേണ്ടതുണ്ട് നിയമം എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി.